ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന, സിവ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ. നമ്മൾ പലർക്കും ഉള്ള പ്രശ്നമാണ് കാലുകൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകുക, അതുപോലെ തന്നെ മസിൽ പെയിൻ തോന്നുക, കോച്ചി പിടിക്കുക, തരിപ്പ് അനുഭവപ്പെടുക, പെരുപ്പ് അനുഭവപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം. കൂടുതൽ രാത്രിയായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുക. രാത്രി നമുക്ക് ഇങ്ങനെ കാല് മസിൽസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയും കുറച്ച് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം വരാം. ഇത് വളരെയധികം കോമൺ ആണ്. കൂടുതലും നമ്മൾ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണെങ്കിലൊക്കെ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ മസിൽസ് ഇങ്ങനെ കോച്ചി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് വോളണ്ടറി മസിൽസും ഉണ്ട്, ഇൻവോളണ്ടറി മസിൽസും ഉണ്ട്. ഈ വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചലിക്കുന്ന മസിൽസ് ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് മസിൽസ് ഒക്കെ കൺട്രാക്ഷൻ സംഭവിക്കുകയും തിരിച്ച് റിലാക്സ് ആവാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മസിൽസ് പെട്ടെന്ന് കൺട്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലാക്സ് ആവാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള മസിൽസിനെ ഒക്കെ ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം വലിഞ്ഞു മുറുകുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് മസിൽസ് കോച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ മസിൽ ക്രാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തീരെ ഇപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും, നമ്മൾ തീരെ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് കാലുകൾ കോച്ചി പിടിക്കാനുള്ള ഒരു സാധ്യത. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ മസിൽ ക്രാമ്പ് ഉണ്ടാവുന്നത് നോക്കാം. ഒന്ന്, നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോച്ചി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ, വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസോ ഗൗട്ട് പോലത്തുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗൗട്ട് പോലത്തുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാലിന്റെ പെരുവിരലാണെങ്കിലും കാലിന്റെ ഉപ്പുറ്റൊക്കെയാണെങ്കിലും ഒരു സ്വെല്ലിങ്, അതായത് നീർക്കെട്ട് പോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുകയും വേദനയും തരിപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിന്റെ അളവ്, കാൽഷ്യത്തിന്റെ അളവ്, അതുപോലെ തന്നെ നമുക്ക് പൊട്ടാഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ മസിൽസ് കോച്ചി പിടിക്കാം. പിന്നെ നമുക്ക് ക്ലൈമറ്റ്, ഇപ്പൊ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മസിൽസ് കോച്ചി പിടിക്കും. അതുപോലെ തന്നെ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് കാല് വലിഞ്ഞു മുറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യാതിരിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ദിവസമാണെങ്കിൽ, കുറെ നേരം നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വെരിക്കോസ് വെയിന്റെ പ്രശ്നമുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഇതുപോലെ മസിൽസും കാലും കോച്ചി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരു കോഴ്സ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ആ കോഴ്സ് കണ്ടുപിടിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് മസിൽസ് കോച്ചി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിഡ്നി ആണെങ്കിലും ലിവർ ഒക്കെ ആണെങ്കിലും വേദന അനുഭവപ്പെടാം. നമുക്ക് ഈ മസിൽ ക്രാമ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് നല്ല വേദനയും കടച്ചിലും തരിപ്പും പെരുപ്പും ഒക്കെ അനുഭവപ്പെടാം. അതുപോലെ നമുക്ക് ആ മസിൽസ് കോച്ചി പിടിച്ചൊരു സമയത്ത് നമുക്ക് മൂവ്മെന്റ്സ് ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കാല് മാത്രമല്ല, നമുക്ക് കഴുത്തിന്റെ ഭാഗത്താണെങ്കിലും നടുവിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ കോച്ചി പിടിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ മസിൽസ് കോച്ചി പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്ത് മസിൽസ് വലിഞ്ഞു മുറുകയും തരിപ്പ് അനുഭവപ്പെടുകയും ഒക്കെ തോന്നാം. പിന്നെ നമുക്ക് ഈ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും മസിൽസ് കോച്ചി പിടിക്കാൻ പറഞ്ഞ പോലെ നമുക്ക് നട്ടലിന്റെ ഭാഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തായിക്കോട്ടെ എവിടെ വേണമെങ്കിലും മസിൽസ് കോച്ചി പിടിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് മൂവ്മെന്റ്സ് നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ ഇതൊരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിഞ്ഞു മുറുകിയ സമയത്ത് കാല് നിലത്ത് കുത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ മസിൽ ക്രാമ്പ് ഇടക്കിടക്കിന് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഡയബറ്റീസിന്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മസിൽ ക്രാമ്പ് കണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും പീരീഡ്സിന്റെ സമയത്ത് ഈ കാലുകൾ കോച്ചി പിടിക്കാനും കാലുകളിലേക്ക് കഴുപ്പ് വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വരുന്ന ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറും. ഇനി എങ്ങനെയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമുക്ക് വൈറ്റമിൻ ഡിന്റെ അളവ് അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ അളവ്, പൊട്ടാഷ്യത്തിന്റെ അളവ് എല്ലാം കുറവുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസോ ഗൗട്ട് പോലത്തെ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാരണത്തിന് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ മസിൽ ക്രാമ്പിനെ ട്രീറ്റ് ചെയ്യണേക്കാട്ടും നല്ലത് നമുക്ക് ആ കോസിനെ ട്രീറ്റ് ചെയ്യണതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇതിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുക. അപ്പൊ കാൽഷ്യത്തിന്റെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിന്റെ ഒക്കെ അളവ് കുറഞ്ഞിട്ട് വരുന്ന കോച്ചിപ്പെടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സപ്ലിമെന്റ്സ് എടുക്കാം. ഇതിനായിട്ട് നമുക്ക് പാലുൽപ്പന്നങ്ങൾ കഴിക്കാം. വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെയും വൈകിട്ടുള്ള ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അതുപോലെ പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കിഡ്നി കംപ്ലൈൻസ് ഇതുപോലത്തെ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം പാലുൽപ്പന്നങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഇങ്ങനത്തെ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ്, അതായത് പാടൊക്കെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊഴുപ്പൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പാല് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം എന്ന് നോക്കാം. ഇളനീര് വളരെയധികം നല്ലതാണ്. ഇളനീരിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചതുരപ്പയറിലും വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മൾബറിയുടെ ഇല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇതിലൊക്കെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് എല്ലാ വിത്തുകളും കഴിക്കാം. ഇപ്പൊ ഫ്ലാക്സ് സീഡ്സ് കഴിക്കാം, മത്തന്റെ കുരു കഴിക്കാം. ഇതിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യം ആണെങ്കിലും വൈറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിലക്കടല. നിലക്കടലിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യത്തിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അതിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, മീനെണ്ണ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു കോച്ചിപ്പിടുത്തം വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ നമുക്ക് കാലിന്റെ വണ്ണയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും കംപ്രഷനോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ ഭാഗത്തേക്ക് കോച്ചി പിടിക്കാനും ആ ഭാഗത്തുള്ള രക്തോട്ടം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് മധുരക്കിഴങ്ങ് കഴിക്കാം, ഏത്തപ്പഴം കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. എന്തുകൊണ്ടാണ് കഴിക്കാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏത്തപ്പഴത്തിലൊക്കെ മഗ്നീഷ്യത്തിന്റെ അളവുണ്ട്, പൊട്ടാഷ്യത്തിന്റെ അളവുണ്ട്. അതുപോലെ തന്നെയാണ് മധുരക്കിഴങ്ങിലും. മധുരക്കിഴങ്ങ് ഗ്ലൈസെമിക് ഇൻഡെക്സും കുറവാണ്. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയധികം സാധനങ്ങൾ എത്തുകയും അതുവഴി നമുക്ക് ഇടക്കിടക്ക് കോച്ചി പിടിക്കുന്നത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഇതിന്റെ കൂടെ മെഡിസിൻ കൂടെ കഴിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കംപ്ലൈന്റ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചില എക്സസൈസ് നമ്മുടെ ബോഡിക്ക് പറ്റില്ല. പെട്ടെന്ന് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം വലിഞ്ഞു മുറുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡയബറ്റീസിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കാം. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരിധി വരെ നമുക്കിത് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.